ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കുട്ടി ഓണം വ്ളോഗായിട്ടാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം, വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ നാട്ടിലില്ല, യു എയിലാണുള്ളത്. അപ്പം ഇവിടെ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് നാട്ടിലത്തെ പോലെ എന്താ പറയുക, എല്ലാതും അങ്ങനെ കിട്ടില്ല. മീൻസ് ഓണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു അതിലൊരു ഗ്രാമീണതയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നാടൻ പൂക്കൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, മാക്സിമം ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ, അതേപോലെ തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ നാളെ എനിക്ക് ലീവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തലേ ദിവസം കുറച്ച് നമ്മൾ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവില്ല. നാളെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ അവർക്ക് സദ്യ ഉണ്ടാക്കണം, പിന്നെ അങ്ങനെയുള്ള പൂക്കളിടണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരുക്കങ്ങളൊക്കെ നിങ്ങളൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. കുറേ പേര് ഓണം വ്ലോഗ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇന്നിപ്പം തലേ ദിവസമാണ് ഇന്ന് എനിക്ക് ക്ലാസ് സ്കൂളുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വന്നപാടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വന്ന് ഭക്ഷണം കഴിച്ചു, വീഡിയോ എടുക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ സെറ്റ് മുണ്ടും അതേപോലെ ഏട്ടൻ്റെ നാളിടാനുള്ള മുണ്ടൊക്കെ ലോണ്ടറിയിൽ കൊടുക്കണം, മീൻസ് അയൺ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അവരാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അയൺ ചെയ്ത് തരും. നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് നിന്ന് ഉച്ചയ്ക്ക് തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാതും കൊണ്ട് സെറ്റായിരുന്നു. അതൊക്കെ എടുത്തിട്ട് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കണം. അതൊക്കെയാണ് ഓരോ പരിപാടികളുള്ളത്. പിന്നെ നാളേക്കുള്ള സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തു വെക്കാൻ വിചാരിക്കണം. അതുപോലെ പൂക്കളിടാനുള്ള പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കൂടെ കൂട്ടിയിട്ടൊരു വ്ളോഗ് ആക്കാന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അതിന് മുന്നേയായിട്ട് പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് വരാം. സോ ലോണ്ടറിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മുണ്ടും ഇതൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് അയൺ ചെയ്യിപ്പിച്ചിട്ട് വരാം. ഒന്നും കിട്ടില്ല എന്തായാലും. ദേ ഈ കാണുന്നതാണ് തുമ്പ പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെയാണ് കേട്ടോ നോർമലി കൊടുക്കാറുള്ളത്. ഞാൻ സ്കൂളിലെ കോട്ടും എല്ലാ സംഭവങ്ങളും അവിടെ തന്നെയാണ് കഴുകാൻ കൊടുക്കാറുള്ളത്. ദേ ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ബിൽഡിങ് കേട്ടോ. ഇച്ചിരി നടക്കാൻ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ അയൺ ചെയ്യാനൊക്കെ കൊടുത്തു. ഇനി നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. വീട്ടിലേക്ക് എത്തിയിട്ടില്ല, എത്തനെയുള്ളൂ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും ഇനിയും കുറേ പരിപാടികളുണ്ട്. ആക്ച്വലി ഐ എം സോ ടയേർഡ്, പക്ഷേ ഐ ഹാവ് ടു ഡൂ ദാറ്റ്. എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടാണ്. നമ്മുടെ വീട് അയ്യോ ഒടുങ്ങിപ്പോയി. ഹലോ, കണ്ടോ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ നിറയെ സാധനങ്ങളാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇട്ടിട്ടിട്ട് ശേഷം ഇതൊക്കെ ഇനി എടുത്തു വെക്കാനുള്ളതാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. അതൊക്കെ ഇതിൻ്റെതായ ഓരോ സൈഡിലേക്ക് മാറ്റണം. അപ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാണ്ട് അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വൃത്തിയിട്ട് അരിഞ്ഞെടുക്കണം. ഓരോന്ന് അതിൻ്റെ രീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. അതൊന്ന് കഴുകണം. അതിനുശേഷം ഇത് ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കണം. ആ പരിപാടിയിലാണ് കേട്ടോ. പായസമൊക്കെ കേട്ടോ, പായസം മിക്സ് ചെയ്യുന്ന പായസം. ഈ സാധനം കാണുമ്പോൾ എനിക്ക് പേടിയാവും. എത്ര തവണ എൻ്റെ കൈ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. എന്നൊക്കെ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അന്നൊക്കെ എൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര മൂർച്ചയാണ് ഇതിൻ്റെ സൈഡിൽ. നമ്മളിപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും തുടയ്ക്കാൻ തോന്നില്ല. തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലായിരുന്നു തീരുമാനം. അത് എത്ര തവണ കിട്ടിയാലും ഞാൻ പഠിക്കൂല, അതാണ് സത്യം.
അപ്പോൾ ഇതേ നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇനി ബാക്കി പരിപാടികൾ നോക്കണം. ഇതൊക്കെ കഴുകി വൃത്തിയാക്കണം. കട്ട് പിന്നെ എല്ലാവരും വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ടേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും വന്നതിന് ശേഷം ഇനി ഞാൻ ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാത്രി 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ടോ നോക്കണം. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. നമ്മളൊരു പൂക്കള മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം സഫാരി മോളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ പൂക്കളിടാനുള്ള പ്ലൈവുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നികേഷ് ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം. അവിടെ അത് പ്ലൈവുഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ വരണ വഴി നമ്മൾ നെസ്റ്റോയിൽ കയറി ഫ്ലവേഴ്സ് വാങ്ങിക്കാനായിട്ട്. പക്ഷേ അവിടെ നോക്കിയപ്പോഴേ എല്ലാതും മോശം ഫ്ലവേഴ്സായിരുന്നു. നല്ലതൊക്കെ എല്ലാവരും എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ മോശം ഫ്ലവേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിലെത്തി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യണം, എല്ലാതും സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ രാത്രി നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തതും കുക്ക് ചെയ്തതൊക്കെ. നല്ല രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ വേറൊരു വൈബ് തന്നെയാണല്ലോ. പിന്നെ നമുക്ക് പണീൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. കാരണം എല്ലാവരും ഉണ്ട് പിന്നെ ചെയ്യാനായിട്ട്. പിന്നെ കുറേ വർത്തമാനം പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെയായിരുന്നു പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പണി ചെയ്യാണെന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സൈഡിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിയില്ലല്ലോ എല്ലാ വിഭവവും ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കുക്ക് ഷെഫ് മോർഗൻ. അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഷെഫ് മോർഗൻ റഫീഖയാണ് കേട്ടോ. അപ്പോൾ ആളാണ് ശരിക്കും എല്ലാതും ആക്കിയിട്ടുള്ളത്. മീൻസ് മേൽനോട്ടം വഹിച്ച് എല്ലാതും സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു. ആളാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ഹോൾ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ തന്നെ ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ പിറ്റേ ദിവസത്തെ ആണ് കേട്ടോ ഞാൻ ഇനി കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളിടണം. അപ്പോൾ ഞാൻ പൂക്കൾ വാങ്ങിച്ചിട്ടില്ല പറഞ്ഞില്ല. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള റോസസ് ആണ് കേട്ടോ. ഈ ഒരു 3 കളേഴ്സ് റോസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെല്ലോയും റെഡും പിന്നെ ആ ഒരു ലൈറ്റ് റോസ് കളറും. അപ്പോൾ ഈ 3 വെച്ചിട്ട് വേണം നമുക്ക് പൂക്കളിടാനായിട്ട്. അപ്പോൾ ഒക്കെ തട്ടിക്കൂട്ട് തന്നെയായിരുന്നു കേട്ടോ. ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല. സദ്യയൊക്കെ ഇതാക്കി സമയം നല്ലോണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഞാൻ ഈ റോസസ് മാത്രം ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഒരു കുട്ടി പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പൂക്കളെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലും വിധം അത്തപ്പൂക്കളം ഇടാത്തതായിരുന്നു കുഞ്ഞിതായത് കാരണം. എന്നിട്ട് പറഞ്ഞു യൂട്യൂബറിൻ്റെ അടുത്ത് ഞങ്ങൾ ഇത്രയല്ല ഇതിലധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രാം ഉണ്ടല്ലോ, പൂക്കള മത്സരം ഉണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എന്തെങ്കിലും വ്ലോഗ് ചെയ്യാം, ഞങ്ങളുടെ അത്തപ്പൂക്കളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഹോളൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ എന്നെ പുകഴ്ത്താണ്. അപ്പോൾ നല്ലോണം സമയം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കണതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവരുടെ കൂടെ ഇരുന്നിട്ട് കഴിച്ചു. അപ്പോൾ ഏട്ടനാണ് കേട്ടോ വിളമ്പണതൊക്കെ. ഓൾമോസ്റ്റ് എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സദ്യ. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. കഴിഞ്ഞ വിഷുവിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അപ്പം ശരിക്കും അതിൽ കുറ്റബോധം തോന്നുന്നു. ഓർഡർ ചെയ്തിട്ട് നല്ല പൈസയാണ്. അതുമാത്രമല്ല ഇത്രത്തോളം നമുക്ക് ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഇനിയിപ്പം എന്തെങ്കിലും സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിക്കണു പ്രോഗ്രാംസിനൊക്കെ. പിന്നെ എല്ലാവരും കൂടി ആകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൽ ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് കഴിച്ചു. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ളവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യമായിട്ടാണ് നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്.
നമ്മുടെ ഓണം ഓൾമോസ്റ്റ് കഴിഞ്ഞു. കഴിഞ്ഞ സെൻസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് വയറ് നിറഞ്ഞ് സന്തോഷമായിട്ട് വരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ഏട്ടൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതുകൂടെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രസ്സൊക്കെ അഴിക്കാൻ പോവാണ്. ഉച്ച കഴിഞ്ഞ് ഇനി ഇവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം പറയാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് വൈകുന്നേരം പിന്നെ കാണാം. പിന്നെ ഇതേ രാത്രിയിലാണ് ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ലീവ് കൊടുത്തിട്ടുള്ളൂ. അപ്പം ബാക്കി എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നവരൊക്കെ എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയിലും നമ്മൾ സദ്യ നേർന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ഓണം വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.